അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു വിശുദ്ധ റമളാനിനു കൂടി സാക്ഷിയാകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. എന്തുകൊണ്ട് നോമ്പ് വിശുദ്ധ റമളാനിൽ തന്നെ കടന്നു വന്നു എന്ന് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ജനങ്ങൾക്ക് മാർഗനിർദ്ദേശമായിക്കൊണ്ടും സത്യാസത്യ വിവേചനമായിക്കൊണ്ടും അവതരിച്ച വിശുദ്ധ ഖുർആൻ അത് റമളാനിലാകുന്നു അവതരിച്ചത് എന്നാണ്. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, ആ മാസത്തിൽ ആര് സാക്ഷിയായോ അവർ നോമ്പ് നോൽക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അഥവാ ഖുർആൻ ഇറങ്ങി എന്നതാണ് ഈ വിശുദ്ധ റമളാനിന്റെ സവിശേഷത. അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു റമളാൻ ഒരിക്കലും തന്നെ ശരിയായ റമളാൻ മാസമായി കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. റമളാനിന്റെ റൂഹ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. വെള്ളമില്ലാത്ത കടലിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. നിക്കാഹില്ലാതെ എന്ത് വിവാഹമാണ്? അതുപോലെ തന്നെ റൂഹില്ലാതെ നിശ്ചലമായി കിടക്കുന്ന ശരീരത്തെക്കുറിച്ച് നമ്മൾ എന്തു പറയും? ഇതിനേക്കാൾ പ്രധാനമാണ് വിശുദ്ധ ഖുർആനിന്റെ സാമീപ്യമുള്ള റമളാൻ മാസം ഉണ്ടാവുക എന്നത്. ആ റമളാനിൽ വിശുദ്ധ ഖുർആനിന്റെ സാമീപ്യമില്ലെങ്കിൽ അത് ഒരിക്കലും തന്നെ നമുക്ക് പ്രയോജനപ്പെടുകയില്ല. 4 മേഖലകൾ ഇതിൽ പ്രധാനമാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം. രണ്ടാമത്തത്, അത് പരമാവധി നമ്മുടെ കഴിവനുസരിച്ചുകൊണ്ട് പഠിക്കാനുള്ള ശ്രമം. അറബി ഭാഷ അറിയുന്നവരാണെങ്കിൽ കഴിയുന്നത്ര തഫ്സീറുകളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കണം. അല്ലാത്ത ആളുകൾക്ക് സാധ്യമാകുന്ന മലയാള വിവർത്തനങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയണം. അതുപോലെ തന്നെ ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക, പകർത്തുക എന്നതാണ് ഇതിന്റെ 3ാമത്തെ തലം. 4ാമത്തെ തലം, ഈ വിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിച്ച് ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്, അവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്ന പ്രബോധന പ്രവർത്തനങ്ങളാണ്. ഈ 4 കാര്യങ്ങളും നമ്മൾ ഈ വിശുദ്ധ റമളാനിൽ സാധ്യമാകുന്നത്ര നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമളാനിൽ ഖുർആനിനെ യഥാവിധി നമുക്ക് ഉൾക്കൊള്ളാൻ ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഒന്ന്, അതിൽ നമുക്ക് സ്ഥിരതയുണ്ടായിരിക്കണം. ഒരാവേശത്തിന് ഖുർആൻ കയ്യിലെടുക്കുകയും മറ്റൊരാവേശത്തിന് അത് ഒഴിവാക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. ചില ആളുകളെങ്കിലും റമളാനിന്റെ ആദ്യ ഭാഗത്ത് വലിയ ആവേശത്തോടു കൂടി ഖുർആൻ പാരായണത്തിന് വേണ്ടിയെടുക്കും. പിന്നീട് ഏതുവരെ ഓതി, എവിടെ എത്തി എന്നൊന്നും ഓർമ്മയില്ലാതെ അലക്ഷ്യമായി പോകുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയല്ല. എത്ര പ്രാവശ്യം ഈ റമളാനിൽ ഖുർആൻ ഓതാൻ കഴിയും എന്ന് നാം ചിന്തിക്കുക. നമ്മുടെ സാഹചര്യം വെച്ചുകൊണ്ട് ആലോചിക്കുക. അതിനനുസരിച്ച് നമ്മൾ സമയത്തെ ഡിവൈഡ് ചെയ്യുക. ഒന്നുകിൽ സുബഹിക്ക് ശേഷം, അതല്ലെങ്കിൽ നമുക്ക് ഉചിതമായ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും നല്ല സമയം അതിരാവിലെയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റിയ സമയം. അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളൊക്കെ അതിന് സാധ്യമാകുന്നതാണ്. അതിനനുസരിച്ച് നമ്മളൊരു ക്രമം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. ഇനി ഓരോ വക്തിന്റെ സമയത്ത് ഇത്ര ഭാഗം ഞാൻ പാരായണം ചെയ്യും എന്ന് തീരുമാനിച്ചാലും അത് നല്ലതാണ്. ഏതായിരുന്നാലും ഒരു ദിവസം എത്ര പാരായണം ചെയ്യണമെന്ന ഒരു തീരുമാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എത്ര പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കണമെന്ന് തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് ഒരു ദിവസത്തെ പ്ലാനിംഗ് നമുക്കുണ്ടാക്കാൻ കഴിയുക. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു മറന്ന, ഹിഫ്ളാക്കിയത് നഷ്ടപ്പെട്ട ആളുകളുണ്ടാകും. അതെല്ലാം ഈ സമയത്ത് നമുക്ക് മെമ്മറിയിലേക്ക് കൊണ്ടുവരാനും ഹിഫ്ള് പുതുക്കുവാനും ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ യാത്രയിൽ വിശുദ്ധ ഖുർആൻ ദീർഘമായ സമയം നമുക്ക് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും. ഈ പഠിച്ച സൂറത്തുകൾ നമസ്കാരങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ കൂടി ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ ശരിയായ രീതിയിൽ ഉറക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥിരതയുള്ള, വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ചിട്ടക്കും വ്യവസ്ഥക്കും ഈ റമളാൻ മാസത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു റമളാനാകട്ടെ ഇപ്രാവശ്യം. അള്ളാഹുവിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.
reality.